ഹായ്, ഗോൾഡിൻ്റെ മറ്റൊരു ടെക്നിക്കൽ അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഗോൾഡ്, അതായത് US മാർക്കറ്റ് 2 ദിവസമായിട്ട് മാർക്കറ്റ് ക്ലോസ് ആണ്. അപ്പോൾ മാർക്കറ്റ് വലിയ രീതിക്കൊരു ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. മാർക്കറ്റ് കറൻ്റ് ഇതാ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനാണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ട്രെൻഡ് ലൈനാണ് മാർക്കറ്റ് കറൻ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേ ബി ഈ ട്രെൻഡ് ലൈൻ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഏകദേശം 2500 വരെ മാർക്കറ്റ് ഡൗൺ ആണുള്ള പോസിബിലിറ്റി ആയിരുന്നു. മാർക്കറ്റ് ഇൻ കേസ് മാർക്കറ്റ് എന്ത് ഈ ഒരു ഏരിയ 2688 ഏരിയ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഒരു മൊമെൻ്റാണ് മാർക്കറ്റിൽ കിട്ടുന്നത് എങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും, വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഉള്ളത്. ഇതാ ഇൻ കേസ് ഈ ഒരു ലെവൽ ഈ ട്രെൻഡ് ലൈൻ താഴോട്ട് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു സിനാരിയോ മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള പോസിബിലിറ്റിയാണ് കറൻ്റ് മാർക്കറ്റ് ഉള്ളത്. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ചെറിയ ടൈം ഫ്രെയിമിൽ ഇവിടെ പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ട് റേഞ്ച് ഉണ്ട്. മാർക്കറ്റ് ഇവിടുന്ന് ബൈ കയറാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിൽ ഇവിടുന്ന് എന്തായിരിക്കും മാർക്കറ്റ് മാർക്കറ്റ് ഇവിടെയുള്ള ലിക്വിഡിറ്റി മൊത്തം ഗ്രാബ് ചെയ്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ബൈ കയറാനുള്ള പോസിബിലിറ്റിയും മാർക്കറ്റിൽ നല്ലോണം നിൽക്കുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ കറൻ്റ് മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ഒരു സെൽ ട്രെൻഡിലാണ്, ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റിലുള്ളത്. നോക്കുമ്പോൾ പിന്നെ ഈ ഒരു ഏരിയക്ക് നല്ല ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. നല്ല രീതിക്ക് ലിക്വിഡിറ്റി മാർക്കറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഗ്രാബും സപ്പോർട്ട് റേഞ്ച് മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ എന്തായാലും മാർക്കറ്റ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് നല്ല രീതിക്ക് സെല്ല് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഗോൾഡ് താഴോട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാർക്കറ്റ്. കറൻ്റ് മാർക്കറ്റ് ബയേഴ്സിൻ്റെ വോളിയം വളരെ കുറവായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ താഴോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിൻ്റെ വ്യൂ നമ്മൾ കാണുന്നത്. അപ്പം നല്ല കൺഫർമേഷനും കാര്യങ്ങൾ കിട്ടിയിട്ട് ട്രേഡും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം. ഓരോ ഏരിയ എത്തുമ്പോഴും ആ ബ്രേക്കൗട്ട് കാര്യങ്ങൾ കിട്ടുമ്പോഴും കൺഫർമേഷൻ എടുത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഏരിയ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇവിടെ റീടെസ്റ്റ് മാർക്കറ്റ് വന്നിട്ട് താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി നല്ല രീതിക്ക് കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് എത്താനുള്ള ചാൻസസ് ആണ് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ കാണുന്നത്.